ഗൈസ് ഞാൻ ധൃതി വെച്ച് ബഹളം വെച്ച് ഓടിപ്പടച്ചുള്ളൊരു ഇൻട്രോ എടുപ്പാണ്. ഗൈസ് വെൽക്കം ടു നമ്മുടെ ദൃശ്യം മൂവി റിവ്യൂ വ്ളോഗ് വിത്ത് എന്തൊക്കെയൊക്കെയോ ആണ്. ഓക്കെ ഗൈസ്, ദൃശ്യം കാണാൻ വേണ്ടി പോവാണ്. ഞാൻ ദൃശ്യം കാണാൻ പോകുന്നതിൻ്റെ മാത്രം പ്രത്യേകതയില്ല, ഞാൻ കാണാൻ പോകുന്ന സമയമാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങൾ കാണിച്ചില്ല സമയം എന്തൊക്കെ 12:30, അതായത് 1 മണിക്കുള്ള ഷോ, വെളുപ്പിനെ 1 മണിക്കുള്ള ഷോയ്ക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഞാൻ സോഷ്യൽ മീഡിയ നിന്ന് തുറന്നിട്ടേ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, എന്ന് ശരിക്കും ഒന്നും കാണാൻ വയ്യ. പക്ഷേ ഞാൻ ഓവർ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ദൃശ്യം 3 ഇറങ്ങി, ലാലേട്ടൻ്റെ പടം ഇറങ്ങി, ലാലേട്ടൻ ബർത്ത്ഡേക്ക് ഇറങ്ങി പടം ഇറങ്ങി. ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, പക്ഷേ ഞാൻ ഇന്നലെ പോകുന്നത് 25 ബർത്ത്ഡേ, ഞാൻ 22 പോകുന്നത്. ഓക്കെ, എന്നാൽ ലാലേട്ടൻ്റെ പടം ഇറങ്ങി, ഇങ്ങനൊരു സീരീസ് ഇറങ്ങി കാണാൻ പോകുന്നു എന്നുള്ളൊരു ഇതിൽ ഞാൻ കാണാൻ പോവാണ്. സോ എന്തായാലും ഫോർമലാണ്, നമുക്ക് 1 മണിക്കാണ് പടം. ഇപ്പോൾ 12 നമുക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അവിടെ എത്തണം. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് സന്തോഷമായിട്ട് ലഭിക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ പൊന്ന് എന്ത് തിരക്കാണ് ഇപ്പോഴും. 1 മണിയുടെ ഷോ വെച്ചിട്ട് കാണാൻ അമ്മമാരി ആൾക്കാർ. ഞാൻ സീരീസ് വരെ ഇന്നലെ ഞാൻ കണ്ട 1 മണിയുടെ ഷോ എടുത്ത്. പക്ഷേ ഞാൻ എല്ലാവരും ഉണ്ടോ ചോദിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് ആളെ കിട്ടില്ല. പക്ഷേ 1 മണിയുടെ ഷോ വരെ ഹൗസ്ഫുള്ള്. വെളുപ്പിന് 1 മണിക്ക് വെച്ചിട്ടും ഹൗസ്ഫുൾ എന്ന് പറയുമ്പോൾ മാൻ ഇമ്പാക്റ്റ് ഈസ് ഇമ്പാക്റ്റ്, അനന്തർ ലെവൽ ഇമ്പാക്റ്റ്. ഹൊമ്പോ ലിഫ്റ്റിൽ കയറിപ്പോൾ വെറുതെ കുറച്ച് കണക്കുണ്ടല്ലോ. എന്താണ് പ്രാണിയൊക്കെ എവിടെ നിന്നാ? കറ സെക്കൻഡ് ഫ്ലോർ. ആർ യു എക്സൈറ്റഡ്? Are you excited? Of course. How much excited? പറയാൻ പറ്റില്ല. എടാ, ഞാൻ നേരത്തെ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞാൻ നമുക്ക് ജസ്റ്റ് പടം കാണുന്ന രീതിക്ക് പോയാൽ മതി കേട്ടോ. കേട്ടോ, യെസ്, പടം കാണുന്ന രീതിക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും, ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് വെളുപ്പിന് 1 മണിക്കൊരു പടത്തിന് പോകുന്നത്. ഞാൻ 10 മണിക്ക് പോയിട്ട് 11 മണിക്ക് 12 മണിക്ക്, പക്ഷേ 1 മണി വെളുപ്പിന് ഒരു ഡേ തുടങ്ങി അന്ന് തന്നെ പടത്തിന് പോകേണ്ട. കൊള്ളാം, സെറ്റാണ്. അത് വേറൊരു അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും രാവിലെ 7 ഷോയ്ക്ക് പോകാം, സ്റ്റേഡിയത്തിൽ നേരെ വരിക, കുളിക്കുക, നേരെ ഫോർമാലിലേക്ക് വരിക എന്നുള്ള സെറ്റപ്പ് ഇരുന്നാണ്. പക്ഷേ 1 മണി കണ്ടപ്പോൾ എനിക്ക് ത്രില്ലടിച്ച്. 1 മണിക്ക് വരണമെന്നുള്ള ആ ഒരു സാധനം എക്സൈറ്റ്മെൻ്റ് അടിച്ച്. അപ്പം അതിനടിച്ചതാണ്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം. കുറേ നാൾക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ട് നേരത്തെ സമയത്ത് ഇങ്ങനെ ലിങ്ക് കൂടെ ഒരു റൺ ഓട്ടായിരുന്നു. ഓക്കെ, ഞാൻ തന്നെ പോട്ടെ തിയേറ്ററിലേക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, 1 മണിയുടെ ഷോ. നിങ്ങൾ ആലോചിക്കുന്നത് 1 മണിക്ക് വെളുപ്പിന് 1 മണിയുടെ ഷോയ്ക്കാണ് ഇത്രയും തിരക്ക്, അത് ഫോറം മാളിൽ. എൻ്റെ പൊന്നു ഗൈസ്, പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പം സമയം 4:05 സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, സാധാരണ PVRൽ ഇതുപോലെ ഫ്രഷ് മൂവീസൊക്കെ വരാൻ നേരത്ത് ഈ സെക്യൂരിറ്റീസ്, അതായത് ഈ മറ്റേ ആൾക്കാർ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത് ഭയങ്കര കുറവാണ്. വരുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് 1, 2, 3, 4 പ്രാവശ്യമൊക്കെ സെക്യൂരിറ്റി കാര്യം വന്നിങ്ങനെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ബെനിഫിറ്റാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ വണ്ണാത്തി മലരവും എല്ലാ എണ്ണവും വന്ന് റീലിനകത്ത് ഇത് ഓരോ ഭാഗം കട്ട് ചെയ്ത് ഇറക്കും. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അതിന് എന്തെങ്കിലും ഇത് കൊണ്ടുവരണം. അല്ലെങ്കിൽ അതിനത് സത്യം പറഞ്ഞത് മറ്റേത് വയലേഷനാണ് സംഭവം. അതിന് അയച്ചു കൊടുക്കാതെ സൈബർ സെല്ലിങ്ങിന് അത്യാവശ്യം കേസ് എടുക്കും. ഒരു ഐഫോൺ അല്ലേ താഴെ പോയത്? ഒരു ഐഫോൺ താഴത്ത് പോയാൽ കയറുന്നില്ല. അപ്പം ഭയങ്കരമായിട്ട് അങ്ങനത്തെ ക്ലിപ്പ് വരുന്ന പല സിനിമകളും നമ്മൾ കാണാൻ മടുക്കുന്നുണ്ട്. സോ ഇതിനെന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ പടത്തിനെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ചില ആൾക്കാർക്ക് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കി 2 പടത്തിൻ്റെ അതേ ഒരു എക്സ്പെക്റ്റേഷനിൽ വന്നതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് വരുമെന്ന് തോന്നുന്നു. ചില ആൾക്കാരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാർ അതിന് ഞാൻ പറയുന്നതാണ് മുർഷിയെ 1 മിനിറ്റ് ഗൈസ്, നേരത്തെ വിഷയം ഒന്നും പറയുന്നത് ഫോക്കസ് പോയതാണ്. മുർഷി പറയണത് അതിൻ്റെ അഭിപ്രായം. നല്ല ത്രില്ലിംഗ് ഉണ്ട്. ത്രില്ലിങ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല ത്രില്ലിങ്ങും ഇതിൽ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, കണ്ടു നോക്കണം, എന്നാലേ ഇതിൻ്റെ മാസ് കിട്ടും. അത് ഏറ്റവും പെട്ടെന്ന് കാണാം, ഇല്ലെങ്കിൽ പോയി. പിന്നെ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലാണെന്നുള്ള കണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ. അതാണ് പ്രശ്നം. അതിനൊക്കെ എടുത്തില്ല എന്നാ പെട്ടെന്ന് പോയി കാണാം, പെട്ടെന്ന് പോയി അതിൻ്റെ ആ ത്രില്ലിങ് എക്സ്പീരിയൻസ് ചെയ്യാം. ഉറങ്ങിയോ? അഭിപ്രായം പറ്റിയില്ല, ഉറങ്ങാൻ പറ്റിയില്ലേ? നിങ്ങൾ എങ്ങനെ ഉറങ്ങാട്? ഇങ്ങനെ ഒരു പടം കാണുമ്പോൾ വേറെ റേഞ്ച് ആയി പോയി അല്ലേ? കാരണം ഫുള്ള് ഡിഫറെന്റ് ആയി പോയി. അതാണ് ഞാൻ പറയുന്ന സംഭവം. ഇത് സത്യം പറഞ്ഞത് വേറൊരു ജോണർ അല്ലേ? ബാക്കി 2 അപേക്ഷിച്ച് വേറൊരു ഫാമിലി ജോണർ.
ഡിഫറെൻ്റ് ആണ്. എല്ലാം കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ്. വേറെ ലെവലായിപ്പോയി. നമ്മൾ കണ്ണു മാറ്റൂല. പൊളിച്ചു ചിലപ്പോൾ പക്ഷെ ഉറങ്ങേണ്ടി വന്നില്ല. വേറെ റേഞ്ചായി പോയി. ഞാൻ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു ചില ആൾക്ക് ഇപ്പം സന്തോഷനും അവനും പറഞ്ഞ പോലെ ഇത് വേറൊരു ജോണർ ഓഫ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കണ്ട പോലെ സാധനമല്ല വന്നിരിക്കുന്നത്. അപ്പം ചിലർ എനിക്ക് തോന്നുന്നത് അത് പ്രതീക്ഷിച്ച് ഭയങ്കരമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പോലെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നുണ്ട്. ചിലർക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പം ഇവരുടെ അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടെ വെച്ച് കൂടുതലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. അവിടെ വെച്ച് തീർക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. മെമ്മറി ഫുള്ളായി പോയി. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് അതായത് എന്താ പറയുക, ഓക്കെ നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ പടമാണ്. 2.5 മണിക്കൂറുണ്ട് പടം. എന്നാലും അമ്പാരി ഇതൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ സീരിയസ്ലി നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഈ 1 മണിക്ക് പടം വെച്ചപ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങിപ്പോകുമോ എന്നുള്ള ചെറിയ പേടിയാണ്. പക്ഷെ ഒരിക്കലും ഒരു തരി പോലും നമുക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാനോ ഒന്നും തോന്നത്തില്ല. അമ്മാരിക്കാൻ പടം ഭയങ്കര എൻഗേജ് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് ഓരോ ഇമോഷൻസും ഓരോ ടെൻഷൻസും എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പടത്തിൽ നിന്ന് ഒരു ശകലം പോലും നമുക്ക് കണ്ണെടുക്കാനോ കണ്ണ് മാറ്റാനോ ഒന്നും തോന്നില്ല. അത്ര ഇതായിട്ട് ഇതാക്കുന്നുണ്ട്, ഭയങ്കര രീതിക്കുണ്ട്. പിന്നെ സോങ്ങുകളും കാര്യങ്ങളും ഞാൻ വലുതായിട്ട് കണ്ടില്ല. പിന്നെന്താ പറയുക, ഒരുപാട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വലിയൊരു പുള്ളിക്കാരൻ പറഞ്ഞാൽ വലിയൊരു ഇത് ഒന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ നോർമൽ ഇതായിപ്പോൾ കണ്ടാൽ മതി. അത്രയ്ക്ക് വെച്ച് എനിക്ക് കുറേ കാര്യങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും ഇതായി പോകും എന്നുള്ള ഇതുണ്ട്. പക്ഷേ സ്പോയിലേഴ്സ് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കാം. കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ച് പറയുന്നത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും ഓവറോൾ വെർത്ത് വാച്ചിങ് ആണ്. സെക്കൻഡ് ടൈം വാച്ചബിളുണ്ടോ എന്ന് വെച്ചാൽ സെക്കൻഡ് ടൈം വാച്ചബിൾ, 1 ടൈം വാച്ചബിളാണ്. ഒറ്റ പ്രാവശ്യം കാണാനേ ഉള്ളൂ. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മൾ ചിലപ്പോൾ OTT കാണുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഡിസ്ട്രാക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഇതാകുന്ന വരില്ല. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവത്തുള്ളൂ. ഓവറോൾ പടം എല്ലാം കൊണ്ടും നല്ലതാണ്. ലാലേട്ടൻ്റെ അഭിനയമാണേലും ഒന്നും പറയാനില്ല. അമ്മാരിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. വേറെ പല ആൾക്കാരെ പറ്റി എനിക്ക് പറയണമെന്ന് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞൊരു ദൃശ്യം 2ൻ്റെ ഒരു റിവ്യൂ സീരീസ്. ഞാൻ ആദ്യമായിട്ടാണ് 1 മണിക്ക് പോയി ഇറങ്ങുന്നത്. ഒരു തരി പോലും ഉറക്കം വരാണ്ട് ഒരു ഇതും വരാണ്ട് പക്കയായിട്ട് എൻഗേജിങ് ആയിട്ട് ഇത് കണ്ടൊരു പടമാണ്. നിങ്ങൾ മസ്റ്റ് തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ദയവ് ചെയ്ത് കാണുന്നവർ ഇതിൻ്റെ ഓരോന്നെടുത്ത് റീലായിട്ട് ഇടരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയായിട്ടും കരുതുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം. എനിക്കറിയാം കൂടുതലായിട്ട് ഞാൻ ഒന്നും അധികം പറഞ്ഞിട്ടില്ലെന്നറിയാം. പറയാൻ പറ്റുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്ന പേടിയാണ്. ഓക്കെ, മനസ്സിലാക്കണം. ഓക്കെ, ശരി എന്നാൽ ബൈ.